പ്രധാനപ്പെട്ടത് ഓരോ കണ്ണുകൾ പൊഴിയുമ്പോഴും ഈ പ്രപഞ്ചത്തിന്റെ താളം തെറ്റും, അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. മനുഷ്യന്റെ കരാളഹസ്തങ്ങൾ പ്രകൃതിക്ക് നേരെ കടന്നു കയറുമ്പോൾ നെരിഞ്ഞമർന്നു പോകുന്ന അനേകം ജീവികൾ. ആഗോളവൽക്കരണത്തിന്റെ കാണാപ്പുറങ്ങളിൽ ജീവിതം ദുസ്സഹമായ രണ്ട് ചിരന്തികൾ. രചന വിഷ്ണു രവി, രംഗത്ത് വിഷ്ണു രവി, ശ്രീപദൻ ആൻഡ് സനോജ്. സംഗീതം ഗണേഷ് ബാബു, പിന്നണിയിൽ മനീഷ് സാരംഗി, വിനയൻ പ്രഭു, രഞ്ജിത് ഗോപാൽ. സംവിധാനം ജാഫർ കുലിപ്പുറം. ഇന്നും കൂടെ കൂട്ടിയിട്ട് 3 ദിവസമായി. എന്തെങ്കിലും കഴിച്ചിട്ട്. ഓ, എന്തൊരു നശിച്ച ജീവിതം. മോനെ, നീ നിരാശപ്പെടാതിരിക്കും. നീ ഒരു രാജാവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? കഥ കേട്ട വയറ് നിറയണോ പരട്ട് കിടമായി. എന്നാലും നിന്റെ നിരാശയ്ക്കുള്ള ഉത്തരം അതിലുണ്ട്. എന്നാ പറഞ്ഞങ്ങ് തൊലയ്ക്കത. ഒരിക്കൽ ഒരു രാജാവ് യുദ്ധത്തിൽ തൊട്ട് ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ നമ്മുടെ ഒരു പൂർവികൻ ചിലന്തി പലവട്ടം പൊട്ടി വീണ തന്റെ ചിലന്തി വല കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത് രാജാവ് കാണുകയുണ്ടായി. അവസാനം ചിലന്തി വലയുടെ പണി പൂർത്തിയാക്കി. അതിൽ പ്രചോദനം കൊണ്ട് നമ്മുടെ രാജാവ് യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു പോകുകയും യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്താ ചെയ്യാൻ? പണ്ടൊക്കെ ഒരു വല വിരിച്ചാൽ പ്രാണികൾ ഇങ്ങോട്ട് വന്ന് കടന്നുമായിരുന്നു. എന്നാ ഇന്നോ തേടി നടക്കേണ്ട ഗതികേടാ. എന്നിട്ടും പലതും കിട്ടാറുണ്ടോ? ഞാനൊരു സത്യം പറഞ്ഞ തനിക്ക് ദേഷ്യമൊന്നും തോന്നരുത്. താനീ മൂലക്കിരിക്കുന്നതാ സകല എണ്ണക്കേണ്ടത് കാരണം. ഒന്നുകിൽ താൻ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി തരണം. ഞാൻ പോണം. അല്ലേ ചെക്ക, നിന്റെ തന്റെ അവിടെ വരുന്നതിന് എത്രയോ മുമ്പ് ഞാനിവിടെ വന്നിരുന്നവനാ. നിന്നെ പോലും ഒരു പഠനത്തിനെ കണ്ടവനായി ഞാൻ. എന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ തന്റെ അടിനാമി ഞാൻ ചവിട്ടിക്കലക്കും. നീ
നിങ്ങളെ ഇന്ന് ഞാൻ എടാ വിടടാ അമ്മേ, എന്നെ വിടടാ അമ്മേ, അമ്മേ നിന്നെ ഞാൻ എന്നെ വിടടാ. അയ്യോ രക്ഷിക്കണേ, എന്നെ കൊല്ലുന്നേ അമ്മേ, രക്ഷിക്കണേ. ഇതിനെ നോക്കിയ അയ്യോ മനുഷ്യൻ അമ്മേ, നമ്മളെ രണ്ടിന്റെ കാലത്ത് കഴിയുന്നത് മോനെ രക്ഷപ്പെട്ടോടാ. അയ്യോ ആദ്യം ചൂരടി ഏറ്റില്ലല്ലോ. എത്ര വിഷം വന്നേലും മരിക്കാൻ പേടിയാ. ഈ വയസ്സാം കാലത്ത് അടുവാരം വന്നില്ലല്ലോ, ഭാഗ്യമായി. പണ്ടൊക്കെ നമ്മുടെ എത്ര പൂർവികന്മാർ ചുള്ളടിയേറ്റ് മരിച്ചിരിക്കുന്നു. മരണങ്ങൾ, കൊലപാതകങ്ങൾ എത്ര എത്ര നടന്നു. ആരോട് പറയാൻ, ആരും കേൾക്കാൻ, നമുക്ക് പറയാൻ കോടതിയും പോലീസും ഒന്നും ഇല്ലല്ലോ. എനിക്കുണ്ടായ ഒരു അനുഭവം കേൾക്കണം. ഒരിക്കൽ ഒരു വരി ഉറുമ്പുകൾ എന്റെ ഈ വല ലക്ഷ്യമാക്കി വരികയായിരുന്നു. ഈ വലയുടെ തൊട്ടടുത്ത് ഇവിടെ വെച്ചല്ലേ രോഗികൾ മാരക വിഷമെറിഞ്ഞ് കൊന്നു കിടന്നത്. അന്ന് 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 ഒരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടത്. മാരക വിഷനാശിനികൾ മനുഷ്യൻ മനുഷ്യനറിയാതെ അവന്റെ കുരു മുടിക്കും. എല്ലാവരെയും അവൻ മാരക രോഗികളാകും. മനുഷ്യൻ ഇവിടെ വിശന്നിരിക്കുമ്പോഴാ അങ്ങനെ ഒരു തത്വസംഹിത. ഒരു പ്രാണി വരുന്നുണ്ട്. അത് എന്റെ വലയിലേക്കാന്നാ തോന്നുന്നത്. നോക്കട്ടെ. ആ അതെന്റെ വലയിലേക്കാ. ഈ പോടാ, എനിക്ക് വേണേ പോടാ, എനിക്ക് വേണം.
മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ള മാതിരി നീ കണ്ടു കാണില്ല. അവനുണ്ടല്ലോ, അവൻ ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യുന്നവനാ. എനിക്ക് വിഷമമാണ്. ഞാനൊരു വല വിരിക്കും. ഈ ലോകം മൊത്തം വ്യാപിക്കുന്ന വലിയ വല. അതിൽ നിങ്ങളെ കുടുങ്ങാണ്ട് നോക്കിക്കോ. ഇല്ല കുട്ടി, നിന്റെ വലകൾക്ക് മനുഷ്യനെ കൊടുക്കാനാവില്ല. നിന്നെക്കാളും അമ്മമാരുടെ നിലവിളികൾ ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ചുമ്മാ അല്ല ഫലത്ത് കാണാ. ഞാൻ ഇപ്പോഴും മുഴുവട്ടിന്. എനിക്ക് വിശക്കുന്നു. എനിക്ക് ജീവിക്കണം. മോനെ, അവല മുന്നോട്ട് വെക്കരുത്, അപകടമാണ്. താനൊന്ന് പോടാ പരട്ട് കളവാ. എനിക്ക് ജീവിക്കണം. എനിക്ക് വിശക്കണം. മോനെ, മുന്നോട്ട് പോകരുതാ, അപകടമാണ്. നീ പറയുന്നത് കേൾക്കണം മോനെ, ചെയ്യരുത്. അയ്യോ, നേരൊരു മനുഷ്യൻ മാറാനായി വരുന്നു. അയ്യോ മോനെ, മാറണ മോനെ. അയ്യോ രക്ഷിക്കണേ. അയ്യോ മോനെ, എടാ മനുഷ്യൻ വരുന്നതാ, മാറണ. അയ്യോ അയ്യോ മോനെ. അയ്യോ അയ്യോ മോനെ. ഞാനും മോനെ, മോനെ. അയ്യോ മോനെ, ഇതും കാണേണ്ടി വന്നല്ലോ. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അല്ലേ എന്റെ കുട്ടി. മോനെ, എടാ മോനെ. അയ്യോ അയ്യോ മോനെ. നമ്മളൊരു വലവിരിക്കുമ്പോ മനുഷ്യൻ അതിനേക്കാൾ വലിയ വലവിരിച്ച് നമ്മെ ഇല്ലാതാക്കും. മനുഷ്യൻ അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി കീടനാശിനികളും യന്ത്രങ്ങളും ഉപയോഗിച്ച് ഈ ലോകത്തെ എല്ലാ ജീവികളെയും ഇല്ലാതാക്കും. ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ അവൻ ഇല്ലാതാക്കും. അവസാനം അവൻ ഈ ഭൂമി തന്നെ ഇല്ലാതാക്കും. വിഷമയമാടി ഭൂമി മാലിന്യത്തിൻ നരകം. കറുത്ത ജീവിതമധ്യായം തകർന്നടിഞ്ഞൊരി മണ്ണിൽ പുനർജനിക്കാൻ കാത്തുനിൽപ്പു ചെറുകീടങ്ങൾ ഞങ്ങൾ. ചെറുകീടങ്ങൾ